നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 57. വീട്ടുമുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് മീനു പുറത്തേക്കോടി. കാറിൽ നിന്നിറങ്ങിയ ജയ്യെ കണ്ട് മീനു ശരിക്കും ഞെട്ടി. ഇവനോ? ഇവനെക്കുറിച്ചാണോ അമ്മ ഇത്രയും സമയം പറഞ്ഞത്? മീനുവിൻ്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പുറത്തിറങ്ങിയ ജയ് കണ്ടത് മീനുവിനെയായിരുന്നു. പടിവാതിക്കൽ നിൽക്കുന്ന മീനുവിനെ ജയ് കണ്ടിട്ടേയില്ല. ആദ്യമായിട്ടാണ് അങ്ങനെയൊരു കാഴ്ച ജയ് കാണുന്നത് തന്നെ. വിവാഹം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ആഴ്ചയിലൊരു തവണ എല്ലാ ദിവസവും അവൻ ഈ വീട്ടിലെത്താറുണ്ട്. വീട്ടുമുറ്റത്തോ പടിവാതിലിലോ മീനുവിനെ ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ല. എപ്പോഴും മീനു തൻ്റെ ബെഡ്റൂമിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതവനൊരു പുതിയ കാഴ്ചയായിരുന്നു. ആദ്യം കണ്ടപ്പോൾ ഒന്ന് ചിരിക്കണമെന്ന് ജയ്ക്ക് തോന്നി. പിന്നെ അവളുടെ മുഖത്തുള്ള അന്താളിപ്പ് കണ്ടപ്പോൾ അവനത് വേണ്ടെന്ന് വെച്ചു. പരസ്പരം രണ്ടുപേരും നോക്കി നിൽക്കുന്നതിനെ കണ്ടുകൊണ്ടാണ് അമ്മ പുറകിൽ നിന്ന് വന്നത്. ആ, മോൻ എത്തിയോ? അമ്മ ചോദിച്ചു. ആ, എത്തിയല്ലോ അമ്മ. അമ്മ റെഡിയല്ലേ? നമുക്ക് പോയാലോ? ആ, ഞാൻ മോനെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴേ റെഡിയായിരിക്കുക, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ജയ് ആ കാര്യം ശ്രദ്ധിച്ചത്. അമ്മ ഉടുത്തിരിക്കുന്ന സാരി ഇത് താൻ വാങ്ങിയതല്ലേ? സംശയത്തോടെ കൂടി അവൻ അമ്മയോട് ചോദിച്ചു. അമ്മേ, ഇത് ഇത് ഞാൻ ഗിഫ്റ്റ് തന്ന സാരിയല്ലേ? ജയുടെ ചോദ്യം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് അമ്മ മറുപടി പറഞ്ഞു. അതേ മോനെ, മോൻ വാങ്ങിത്തന്ന അതേ സാരി തന്നെയാ. ഇതെനിക്ക് എന്തിഷ്ടമായെന്നറിയാവോ? അമ്മ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല മോനെ, ഈ സാരി കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എൻ്റെ കണ്ണുകൾക്ക് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. സാരി കണ്ടപ്പോൾ എന്തിനാ അമ്മ ഞെട്ടുന്നത്? അതെ, ഈ സാരിയും ഞാനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ഏ, ഞാൻ വാങ്ങിത്തന്ന സാരിയും അമ്മയും തമ്മിൽ എന്ത് ബന്ധം? ജയ്ക്കത് മനസ്സിലായില്ല. അതല്ലേ മോനെ, ഇവരുടെ അച്ഛൻ എനിക്ക് അവസാനമായിട്ട് വാങ്ങിത്തന്ന സാരി ഇതേ കളറും ഇതേ ഡിസൈനും ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എനിക്ക് വാങ്ങിത്തന്നതാ. അവസാനമായിട്ട് അദ്ദേഹം തന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോഴും ആ സാരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഉടുത്ത് പഴകിയതുകൊണ്ട് പിന്നെ അവിടെ ഉടുത്തില്ലെന്നേ ഉള്ളൂ. അതേ കളറിലും അതേ ഡിസൈനിലുള്ള സാരി കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി മോനെ. അമ്മയുടെ സന്തോഷം കണ്ണുകളിൽ കണ്ണുനീരായി പുറത്തു വരുന്നത് ജയ് ശ്രദ്ധിച്ചു. അച്ഛൻ്റെ ഓർമ്മയാണ് ആ സാരി അമ്മയ്ക്ക് സമ്മാനിച്ചതെന്ന് ജയ്ക്ക് മനസ്സിലായി. കൊള്ളാലോ, അമ്മയുടെ മനസ്സ് എനിക്ക് ഇത്രയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ജയ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് കണ്ടപ്പോൾ ഞാനും ആദ്യം അതാ ചിന്തിച്ചത്. എൻ്റെ മനസ്സ്, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ ഒക്കെ നീ നന്നായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മ, അമ്മമാരുടെ മനസ്സ് മക്കൾക്കല്ലേ മനസ്സിലാവുള്ളൂ, ജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേ മോനെ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോനെ പോലെ അങ്ങ് തീരുമാനിച്ചത്. അതെന്താ സ്വന്തം മോനെ പോലെ? അപ്പം മോനല്ലേ ഞാൻ? ജയ് ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. അമ്മയുടെയും ജയ്യുടെയും സംഭാഷണം കേട്ട് കിളിപ്പോയി നിൽക്കുകയായിരുന്നു മീനു. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? എങ്ങനെയാണ് അമ്മയും ജയ്യും തമ്മിൽ ഇത്രയും വലിയൊരു ആത്മബന്ധം? അതവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആഴ്ചയിലൊരിക്കൽ മാത്രം വീട്ടിൽ വരുന്ന തൻ്റെ ഭർത്താവ്, അതും പാതിരാത്രിയിലാണ് അവൻ കയറി വരിക. നേരം വെളുക്കുമ്പോൾ തന്നെ അവൻ എണീറ്റ് പോവും. ആ ഒരു ചെറിയ സമയത്തിനിടയിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആത്മബന്ധം തൻ്റെ അമ്മയും ഇവനും തമ്മിലുണ്ടായത്? തൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാൻ ഇവൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഒന്നും മനസ്സിലാവാത്ത പോലെ ജയ് രണ്ടുപേരെയും മാറി മാറി നോക്കുന്നത് കണ്ട് അമ്മ ചോദിച്ചു. എടി, നമുക്ക് പോവല്ലേ? അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയില്ലേ നീ ഇവിടെ നിൽക്കുന്നേ? ആ,
തൻ്റെ ചിന്തയിൽ നിന്ന് മീനുവിനെ തട്ടി വിളിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ ആ ചോദ്യം. ആ, പോവാമേ. പിന്നെ മോനെ, ഇവളുടെ വണ്ടിക്ക് എന്തോ ചെറിയൊരു പ്രോബ്ലം, അതുകൊണ്ട് അമ്പലത്തിലേക്ക് ഇവളും വരുന്നുണ്ട്. മോനത് ബുദ്ധിമുട്ടാവോ? ജയോടായി അമ്മ ചോദിച്ചു. ആ, അല്ലമ്മ, എനിക്കെന്ത് ബുദ്ധിമുട്ട്? അല്ല, മോന് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ വരണ്ട, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അയ്യോ, എനിക്കെന്താ ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരുമായി ജയ് കാറിൽ യാത്ര തിരിച്ചു. മീനു പിൻസീറ്റിലിരിക്കുകയായിരുന്നു. ജയും അമ്മയും തങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുകയാണ്. അവർ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. പിൻസീറ്റിലിരിക്കുന്ന മീനുവിനെ അവർ കണ്ടതുപോലുമില്ല എന്ന രീതിയിലാണ് അവരുടെ സംസാരം. അമ്മ തൻ്റെ പഴയകാല ഓർമ്മകളും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ അനുഭവങ്ങളും ജയ്യോട് പങ്കുവയ്ക്കുന്നു. ഒരു നല്ല കേൾവിക്കാരൻ എന്ന പോലെ ജയ് അത് കേട്ടിരിക്കുന്നു, മറുത്തൊന്നും പറയാതെ. ജയ് അമ്മയെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് ജയ്യുടെ ആ കേൾവിയുടെ കാര്യത്തിൽ മീനുവിന് മനസ്സിലായി. പിൻസീറ്റിൽ മീനുവുണ്ടെന്ന കാര്യം അമ്മയോ ജയ്യോ ഓർക്കാതെ പോലെയായിരുന്നു അവരുടെ സംസാരം. കാറ് അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ നിർത്തിക്കൊണ്ട് ജയ് പറഞ്ഞു, നിങ്ങൾ പോയി തൊഴുതു വരാം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അമ്മ, ഒരുപാട് സമയമെടുക്കുമോ? ജയ് ചോദിച്ചു. ആ, ഇല്ല മോനെ, പെട്ടെന്ന് വരും. ഇന്നലെയും കൂടി ഞാൻ വന്നതല്ലേ, ഇന്നെൻ്റെ സന്തോഷത്തിന് ഒന്ന് നന്ദി പറയണം, അത്രേ ആഗ്രഹമുള്ളൂ. ആ, എന്നാൽ ശരി അമ്മ, അമ്മ പോയി തൊഴുതുവാ, ഞാനിവിടെ നിൽക്കാം. കാർ സൈഡിലായി ഒതുക്കി വെച്ച് ജയ് അവിടെ കാത്തിരുന്നു. അതുവരെയുള്ള ചിന്തകളെല്ലാം മാറ്റി മീനു ദൈവത്തിൻ്റെ മുന്നിലെത്തി. നിറകണ്ണുകളോടെ അവൾ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ എന്നോട് കാണിക്കുന്ന ഈ അവഗണന ഞാൻ എത്ര വർഷം ഇനിയും സഹിക്കണം? അവളെ ഒന്ന് സ്നേഹിക്കാൻ, അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള എൻ്റെ അവകാശം നീ എന്തിനാണ് എനിക്ക് നിഷേധിക്കുന്നത്? എത്രയോ വർഷങ്ങളായി ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമല്ലേ, അതെനിക്ക് തന്നൂടെ? എൻ്റെ മകളുടെ മനസ്സിലേക്ക് ഇടനേടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെക്കൊണ്ട് വയ്യ ഇതിനിയും താങ്ങാൻ. ഒരമ്മ എന്ന നിലയിൽ ഇത്രയും പരാജയപ്പെട്ടവളായിട്ട് ഇനിയും എത്ര വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം? ഇത്രയും ക്രൂരത എന്നോട് നീ കാണിക്കുന്നത് എന്തിനാണ്? മീനുവിൻ്റെ ചോദ്യവും പറച്ചിലും പരാതിയും ഒക്കെ ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണീരോടെ അവൾ പറഞ്ഞു തീർത്തു. ഒരാശ്വാസത്തിനായി, ഒരു ഉത്തരത്തിനായി അവൾ കാത്തിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവൾക്ക് പറയാനുള്ളതൊക്കെ പരിഭവങ്ങൾ മാത്രമായിരുന്നു. അവൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അവൾ സ്നേഹം അവൾക്ക് നിഷേധിക്കുന്നു. തൻ്റെ മകൾ തന്നെ സ്നേഹിക്കുന്നില്ല. തന്നോടൊന്ന് സംസാരിക്കാൻ പോലും അവൾ താല്പര്യം കാണിക്കുന്നില്ല. അവൾ തന്നെ അതിയായി വെറുക്കുന്നു. അതെങ്ങനെ മാറണം എന്നതായിരുന്നു മീനുവിൻ്റെ ചിന്ത. അതൊന്ന് മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇത്രയും വർഷങ്ങളായി മീനുവിന് കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് വരെ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. നിറകണ്ണുകളോടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മീനു അമ്പലത്തിൽ നിന്നിറങ്ങി. മീനു കാറിനടുത്തെത്തുമ്പോൾ മീനുവിനെ കാത്ത് അമ്മയും ജയ്യും ഉണ്ടായിരുന്നു. അമ്മ ഇന്നലത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ ജയ്യുമായി പങ്കുവെക്കുകയായിരുന്നു. നിറകണ്ണുകളോടെ ഇറങ്ങി വരുന്ന മീനുവിനെ ജയ് ശ്രദ്ധിച്ചു. അവൾ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് അവന് മനസ്സിലായി. ഇന്നലെ കയറി വന്ന മകളാണതിന് കാരണമെന്നും ജയ് ഊഹിച്ചു. മീനുവിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മകൾ തന്നെ ഇഷ്ടപ്പെടാത്തതെന്ന്. പക്ഷെ ഒരിക്കലും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്ന് ജയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ അതറിയാനുള്ള അമിതമായ താല്പര്യം അവനിൽ നന്നായി ഉണ്ടായിരുന്നു. അത് ആലോചിച്ചു കൊണ്ട് തന്നെയാണ് അവൻ കാർ എടുത്തത്. കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ ആ ചിന്തയായിരുന്നു. എന്തിനായിരിക്കും മീനുവിനെ മകൾ ഇത്രത്തോളം വെറുക്കുന്നത്? അമ്മയെ സ്വന്തം മകൾ തള്ളിപ്പറയുന്നതിൻ്റെ കാരണമെന്തായിരിക്കും? ഇതിനെക്കുറിച്ച് എങ്ങനെ അറിയാൻ സാധിക്കും? ആരോട് ചോദിക്കും? ആ ചിന്തയിലൂടെയായിരുന്നു
അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പിൻസീറ്റിൽ തകർന്നിരിക്കുന്ന മീനുവിനെയും അവൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വിശേഷങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.